വനംവകുപ്പെടുത്ത പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടന് തിരിച്ചടി. വേടന്റെ കഴുത്തിലണിഞ്ഞ മാലയിലെ പുലിപ്പല്ല് യഥാർത്ഥമാണെന്ന് സ്ഥിരീകരിച്ചു. കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. 3 വർഷം വരെയും തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിൽ വേടനെതിരെ ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ റാപ്പ് സംഗീതത്തിലൂടെ പുതുതലമുറയുടെ മനസ്സിൽ വലിയൊരു താരപരിവേഷമുണ്ടായിരുന്ന വേടൻ ഈ പുലിപ്പല്ല് കേസോടുകൂടിയാണ് വിവാദ നായകനായി വരുന്നത്. പിന്നീട് തുടർച്ചയായി മറ്റു പല കേസുകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായെങ്കിൽ പോലും പക്ഷെ അവിടെയൊക്കെ വേടൻ ഈ ഒരു പരിധിവരെയും ജാമ്യം കിട്ടി മറ്റ് നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോയി. പക്ഷേ ഇപ്പോൾ വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ ഈ പുലിപ്പല്ല് യഥാർത്ഥമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങുന്നു. എന്താണ് കണ്ടെത്തൽ ഈ കേസുമായി ബന്ധപ്പെട്ട്? ടോം, ഈ പുലിപ്പല്ല് പിടിച്ചതുമായി ബന്ധപ്പെട്ട അന്ന് വനം വകുപ്പ് പറഞ്ഞത് അത് യഥാർത്ഥ പുലിപ്പല്ല് തന്നെയെന്നാണ്. വനം വകുപ്പിന്റെ പ്രാഥമിക പരിശോധനയിൽ അങ്ങനെ കണ്ടെത്തിയിരുന്നു. പക്ഷേ വേടനെ അനുകൂലിക്കുന്നവർ ഇത് വനം വകുപ്പ് പറയുന്നത് തെറ്റാണ്, വേടനെ മനഃപൂർവ്വം കുടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് എന്നൊക്കെയായിരുന്നു വിശദീകരിച്ചത്. അതിന് കാരണം റാപ്പർ വേടന്റെ ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് പിടികൂടിയിരുന്നു. അതിന് പിന്നാലെ ആയിരുന്നു കഞ്ചാവ്, കുറഞ്ഞ അളവിലുള്ള കഞ്ചാവായിരുന്നു. അതിൽ വേടന് ജാമ്യം കിട്ടി. പക്ഷേ അപ്പോഴാണ് പോലീസ് കണ്ടെത്തിയത് വേടന്റെ കഴുത്തിലണിഞ്ഞ മാലയിലുണ്ടായിരുന്ന ലോക്കറ്റ് അത് ഒറിജിനൽ പുലിപ്പല്ലാണെന്ന് പോലീസ് വനം വകുപ്പിനെ അറിയിച്ചത്. പിന്നീടാണ് വനം വകുപ്പ് വീണ്ടും വേടനെതിരെ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തത്. അപ്പോഴായിരുന്നു പലരും വാദവുമായി വന്നത്. അതായത് വേടനെ ഇരയാക്കുകയാണ്, വേടനെ മനഃപൂർവ്വം വേടനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന കഥയാണെന്ന തരത്തിലൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കുകയും പിന്നീട് ആ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ കടന്നിരുന്നു. എന്തായാലും ഇതിനെ തുടർന്നാണ് വനം വകുപ്പ് ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി കൊൽക്കത്തയിലെ ലാബിലേക്ക് അയച്ചത്. ആ ലാബിന്റെ പരിശോധനാ ഫലം 3 ദിവസം മുൻപാണ് വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് റാപ്പർ വേടന്റെ കഴുത്തിലുണ്ടായിരുന്ന മാല അത് പുലിപ്പല്ല് തന്നെയാണ്, അത് ഒറിജിനൽ തന്നെയാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ 3 വർഷം വരെ കഠിനമായ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് വേടൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിചാരണ വേടൻ നേരിട്ടേ മതിയാകൂ എന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. ഈ പകർപ്പ്, അതായത് ഈ ഒരു പരിശോധനാ ഫലം കോടതിയിൽ എത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘം ഇനി കോടതിയിൽ നിന്നും കോപ്പി ആവശ്യപ്പെടും. അതിനുശേഷം കുറ്റപത്രം അടക്കം സമർപ്പിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വേടൻ അന്ന് പറഞ്ഞത് ഇത് പുലിപ്പല്ല് തന്നെയാണ്, പക്ഷേ ഇത് തനിക്കൊരു സുഹൃത്താണ് തന്നത്. ഒരു പരിപാടിയുടെ ഭാഗമായി പോയപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരാൾ, ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു രജിത് കുമ്പിടി എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ തന്നതാണ്. ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ വെച്ച് തനിക്ക് സമ്മാനിച്ചതാണ്. അതിനെക്കുറിച്ച് മറ്റ് കാര്യങ്ങളൊന്നും അറിയില്ല എന്നുള്ള വിശദീകരണമാണ് വേടൻ പറഞ്ഞത്. പിന്നീട് പോലീസ് രജിത് കുമ്പിടി എന്നൊരാളെ അന്വേഷിച്ച് ഇറങ്ങിയിരുന്നു. പക്ഷെ അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അയാൾ അപ്പോഴേക്കും വിദേശത്തേക്ക് കടന്നു കളയുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രജിത് കുമ്പിടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നീ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക. എന്തായാലും വേടനെ 1-ാം പ്രതിയാക്കിക്കൊണ്ടുള്ള ഒരു കുറ്റപത്രമായിരിക്കും കോടതിയിൽ സമർപ്പിക്കുക. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വേടൻ മാത്രമാണോ പ്രതിപ്പട്ടികയിലുള്ളത്? വേടന് ഈ പുലിപ്പല്ല് നൽകിയെന്ന് പറയപ്പെടുന്ന ആളെ കണ്ടെത്താനുള്ള നീക്കം ഊർജിതമായി നടക്കുന്നുണ്ടോ? അയാളും പ്രതിപ്പട്ടികയിൽ വരുമോ? നിലവിൽ അയാൾ പ്രതിയാണ്, ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയാണ്. പക്ഷെ അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അയാൾ വിദേശത്താണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് അയാളെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് അല്ലെങ്കിൽ വിദേശത്ത് എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്തുന്നതിനൊക്കെ ഒരു പരിമിതി ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അയാളെ കണ്ടെത്തും. ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഈ കേസിന്റെ ഭാഗമായോ ഇയാളെ കണ്ടെത്തുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോഴും പറയുന്നത്. നിലവിൽ വേടനെ മാത്രം പ്രതിയാക്കിയായിരിക്കും, അല്ലെങ്കിൽ വേടന്റെ കുറ്റപത്രത്തിൽ വേടനായിരിക്കും 1-ാം പ്രതി. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഉടനെ തന്നെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പുലിപ്പല്ല് കേസിൽ ജാമ്യം കിട്ടിയതിനു ശേഷം പോലീസിന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി ഈ തിങ്കളാഴ്ച എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച അന്വേഷണ സംഘത്തോട് സഹകരിക്കണം, ചോദ്യം ചെയ്യലിൽ സഹകരിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ചില വ്യവസ്ഥയോടുകൂടിയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ആ സമയത്ത് തന്നെ വേടൻ കോടതിയിൽ വരികയും ഒക്കെ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെയാണ് വേടനെതിരായിട്ടുള്ള
ലൈംഗിക പീഡന പരാതിയും ഒക്കെ ഉയർന്നു വന്നത്. അങ്ങനെ ആദ്യം കഞ്ചാവ് കേസിൽ തുടങ്ങി, പിന്നെ പുലിപ്പല്ല് പീഡന പരാതി, അങ്ങനെ ഓരോ പരാതികളായി ഒന്നിനു പിറകെ ഒന്നായി വേടൻ നേരിട്ട് കൊണ്ടിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിൽ പുലിപ്പല്ല് കേസിൽ വനംവകുപ്പ് കേസെടുത്തപ്പോഴാണ് വേടനെ മനഃപൂർവ്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടിയായി ഇതിനെ വ്യാഖ്യാനിച്ചത്. പക്ഷെ ഇപ്പോൾ വേടന് തിരിച്ചടിയായിരിക്കുകയാണ്. പുലിപ്പല്ല് ഒറിജിനൽ എന്ന് തന്നെയാണ് പരിശോധന ഫലം വന്നിരിക്കുന്നത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. വേടന്റെ കൈവശമുണ്ടായിരുന്ന, അതായത് വേടന്റെ കഴുത്തിലുണ്ടായിരുന്നത് പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. വിശദമായ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഉടൻ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.